ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരു മാങ്ങയാണ്. അപ്പോൾ ചക്കക്കുരു നമ്മൾ തൊലി കളഞ്ഞ് മുറിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം അത് കഴുകി വൃത്തിയാക്കി നമ്മൾ ഒരു കുക്കറിലേക്ക് ഇടുന്നു. ഈ ചക്കക്കുരുവിൻ്റെ കുറച്ച് ക്വാണ്ടിറ്റി നമ്മൾ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് നമ്മളിത് മുറിച്ചെടുക്കുന്നത്. നോർമലി ഒരുപാട് ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ ചക്കക്കുരു അമ്മിക്കല്ലിൽ ഇടിച്ചിട്ട് അതിൻ്റെ വെളുത്ത തൊലി കളഞ്ഞ് വേവിക്കാറാണ് പതിവ്. നമ്മളിവിടെ ബ്രൗൺ കളർ തൊലി കളയാറില്ല. ബ്രൗൺ കളർ ഹെൽത്തിയാണെന്ന് പറയുന്നുണ്ട്, നമ്മൾ അതിൻ്റെ ബ്രൗൺ കളർ തൊലി കളയാറില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ബ്രൗൺ കളർ തൊലിയും കൂടി കളഞ്ഞ ശേഷം ചക്കക്കുരു വേവിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിരന്ന് അതിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച ശേഷം ഇനി ഇതിലേക്ക് നമ്മളിടേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്. മുളക് പൊടി എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടി മുളക് പൊടി ഇടാവുന്നതാണ്. നമുക്ക് മുളക് പൊടി ലാസ്റ്റ് താളിക്കുമ്പോൾ നമ്മളിടുന്നുണ്ട്. ഈ ഉപ്പിട്ട ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾ കുക്കർ അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. ഇനി നമുക്ക് 3 വിസിൽ വരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കൊരു മാങ്ങ പറിക്കാം. മാങ്ങ നമ്മുടെ വീട്ടിൽ തന്നെ അവൈലബിൾ ആയതുകൊണ്ട് നമ്മളൊരു മാങ്ങ പോയി പറിക്കുന്നുണ്ട്. തൊടിയിൽ നിന്നൊരു മാങ്ങ പറിക്കുന്നുണ്ട്. ഈ മാങ്ങ നമ്മുടെ വീട്ടിലെ മാങ്ങ നല്ല പുളി ഉള്ളത് കൊണ്ട് ഞാൻ പകുതി മാത്രം മാങ്ങയാണ് എടുക്കുന്നേ ഉള്ളൂ. നമ്മളുടെ കുക്കറിൽ ഈ സമയം കൊണ്ട് 3 വിസിൽ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 3ാമത്തെ വിസിലാകുമ്പോൾ കുക്കർ ഓഫ് ചെയ്യുക. ഇപ്പോൾ തേങ്ങയും ചിരകിയും മാങ്ങയും റെഡി ആയിട്ടുണ്ട്. മാങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അത് തേങ്ങ അരച്ചെടുത്തു. നമുക്കിടെ ചക്കക്കുരു നന്നായിട്ട് വെന്തിട്ടുണ്ട്. നിങ്ങൾക്ക് വെന്തിട്ടില്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി കുക്കർ അടച്ച് വെച്ച് വേവിക്കാവുന്നതാണ്. ഇത് നമ്മളുടെ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. അതിലേക്ക് മാങ്ങ ഇടുന്നു. ഇപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി വെള്ളവും ആവശ്യത്തിന് ഉപ്പും, ഈ മാങ്ങ ചേർത്തുകൊണ്ട് ഉപ്പ് കുറവായിരിക്കും, അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർക്കാവുന്നതാണ്. അതിനുശേഷം മാങ്ങയ്ക്ക് നമുക്കിനി അധികം വേവില്ലാത്തതുകൊണ്ട് ഇത് അടച്ച് വെച്ച് വേവിക്കേണ്ടതില്ല. ജസ്റ്റ് ആ മൂടി വെച്ച്, നമ്മൾ കുക്കറിൻ്റെ മൂടി വെച്ച് ജസ്റ്റ് മൂടി വെക്കുന്നതേ ഉള്ളൂ. അത് ഒരുവിധം വെന്ത് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ച തേങ്ങ അതിലേക്ക് ഒഴിക്കുന്നു. തേങ്ങയുടെ കൂടെ കുറച്ച് വെള്ളം കുറവായിരിക്കും, അപ്പോൾ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം, തിക്കായിട്ട് വേണ്ടവർക്ക് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, കുറച്ച് ലൂസായിട്ട് വെള്ളമായിട്ട് വേണ്ടവർക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അത് നമ്മളുടെ പാകത്തിന് തിളയ്ക്കുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇപ്പം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇപ്പം നമ്മളുടെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇനി നമുക്ക് താളിക്കാനുള്ള ചുവന്നുള്ളി താളിക്കാം. അതിന് വേണ്ടി ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടി വരുന്ന വരെ വെയിറ്റ് ചെയ്യുക. ചുവന്നുള്ളി നമ്മൾ തേങ്ങ ഇട്ടത് വേവുന്നതിൻ്റെ ഇടയ്ക്ക് ചുവന്നുള്ളി നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആ അരിഞ്ഞെടുത്ത് ചുവന്നുള്ളി ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മൾ ഇത് വേവിക്കണം. അപ്പോൾ ബ്രൗൺ കളർ ആകുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ബ്രൗൺ കളർ ആയ ശേഷം നമ്മൾ കുറച്ച് ഫ്ലെയിം ഓഫ് ചെയ്ത് മുളക് പൊടി ഇതിൻ്റെ അകത്ത് ഇടുന്നുണ്ട്. അപ്പോൾ മാങ്ങയ്ക്ക് പുളി അധികം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് മാങ്ങയുടെ ചൂടുവെള്ളത്തിലിട്ടാൽ മാങ്ങയുടെ പുളി പോകുന്നതാണ്. അല്ല, മാങ്ങയ്ക്ക് പുളി ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ തന്നെ ഇട്ടാൽ മതി. ഇത് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ട് കുറേ തെറ്റുകളുണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓൾസോ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നമ്മളുടെ ചുവന്നുള്ളി നല്ല ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് മുളക് പൊടി ഇടാം. അപ്പോൾ മുളക് പൊടി ഇടുമ്പോൾ ഞാൻ എൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. താളിച്ച് വെച്ചത് നമ്മളുടെ കറിയിലേക്ക് ഇടുന്നു. നല്ല ഭംഗിയുള്ള കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് കറിവേപ്പില പറിച്ചിട്ട് വരാം. അത് നമ്മുടെ വീട്ടിലുണ്ട്. നമ്മൾ കുറച്ച് കറിവേപ്പില പറിച്ച് അത് ക്ലീൻ ചെയ്ത് നമ്മുടെ കറിയിലേക്ക് ഇടുന്നതോടുകൂടി നമ്മുടെ സ്വാദിഷ്ടമായ ചക്കക്കുരു മാങ്ങയും റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. താങ്ക് യു.